ഇനി നമുക്ക് പ്രതീക്ഷയുള്ളത് വി.ഡി. സതീശൻ തലശ്ശേരി അദ്ദേഹത്തിനെ അടിച്ചു, പിണറായി വിജയനെ അടിച്ചു. MLA ആയിരിക്കണം, അന്ന് MLA ആയിരുന്നു. അന്ന് MLA. അത് ഏൽപ്പിച്ച മുറിവായിരിക്കാം. അതുകൊണ്ടാണ് അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞു നോക്കുന്നത്. ആരെ? പിണറായി വിജയനെ വന്ന് ചൊറിഞ്ഞു നോക്കും. വാടാ 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 വരുന്നെങ്കിൽ വാടാ വാ. BJPക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം ഇല്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരാൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നത് നല്ല കാര്യമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമുക്ക് തെറ്റുകളിൽ നിന്ന് ഒരു പരിധിവരെ ഈശ്വരനെ ഭയന്നെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യനും മോശമായി ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഈശ്വരനെ എതിർക്കുന്നത്? അത് വെറുതെ പറയുകയാണ്. പരസ്യമായി കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരിൽ കുറച്ചു പേര്, അത്രയേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലെ കുറച്ച് പേര്, ബാക്കിയുള്ളവരെല്ലാം ഇറ്റ് ഈസ് എ ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി. ഹിന്ദുക്കൾ ബഹുഭൂരിഭാഗമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണത്. ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ നമ്മൾ സെക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിളിക്കാൻ തയ്യാറല്ല. കാരണം എന്താ? അത് ആശാനെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പുറകിൽ പച്ചയുണ്ടെന്ന്. അതുപോലെ ഈ ഇവരെയും കാണണം. ആരെ? മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസം എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഒരു തകരാറുമില്ല. ഇറ്റ് ഈസ് എ ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പ്രൈമറിലി അതൊരു ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞു നോക്കുന്നത്. ആരെ? പിണറായി വിജയനെ വന്ന് ചൊറിഞ്ഞു നോക്കും. വാടാ 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 വരുന്നെങ്കിൽ വാടാ വാ. നിന്നെ ഞങ്ങളെന്തിനാണ് എടുക്കുന്നത്? രഹസ്യമായിട്ട് മതി, ഇപ്പൊ രഹസ്യമായിട്ട് മതി. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഒരു ഹിന്ദു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ എന്തിനാണ് ഇത്ര വലിയ ദൈവവിരോധം? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകത ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ഉണ്ട്. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക്. ഞാൻ മോഡിയെ ആരാധിക്കുന്ന മനുഷ്യൻ, ഉള്ളിൽ BJP അനുഭാവിയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം BJPക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം ഇല്ല എന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടുകാർ കരുതുന്നത്. കാരണം ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ തുറക്കാൻ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഇനി ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറത്ത് ലേബൽ ഒട്ടിച്ച് അവരെ തൊലച്ചേ പറ്റൂ അല്ലേ? അങ്ങനെയല്ലേ ഈ വർത്തമാനത്തിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? അവർ ആശയജീവനാന്തം ഒറ്റപ്പെട്ട് BJP ആയിട്ട് ഒരു ചേരുവയില്ലാതെ പണം കിട്ടാതെ ഭരിക്കാൻ പറ്റുമോ? പിണറായി വിജയനല്ല നമ്മുടെ പാവം പിടിച്ച നല്ല മനുഷ്യൻ മാത്രമായില്ല, എനിക്ക് വലിയ സ്നേഹമുള്ള മനുഷ്യനാണ് നമ്മുടെ സതീശൻ സാർ. സതീശൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. വി.ഡി. സതീശൻ എല്ലാ പെരുമാറ്റവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അയാൾ പണം കിട്ടാതെ ഏതെങ്കിലും പരിപാടി നടത്താക്കാൻ പറ്റും. പണം പഞ്ചി കയ്യിലുള്ളവൻ പണം അഴിക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയിൽ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞാലും സെൻട്രലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ക്ലച്ച് പിടിച്ച് ഇങ്ങനെ വാശി പിടിച്ച് നിന്നാലൊന്നും നാട്ടുകാർ പട്ടിണി കിടക്കും, നാട്ടുകാർ നമ്മളെ കളയും. നാട്ടുകാർ പട്ടിണി കിടക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എല്ലാം PM യോജന എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കാശാണെന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ നാണം കിടും. അതുകൊണ്ട് കുറേ കൂടി യാഥാർത്ഥ്യബോധം, വസ്തുനിഷ്ഠമായി കാര്യം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഞങ്ങൾ ആത്മനിഷ്ഠമല്ല, ഞങ്ങൾ വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠമാണെങ്കിൽ വസ്തുതകൾ അംഗീകരിക്കണം. അംബാനിയുടെ കൂട്ടുകാരനായി വിദേശ കപ്പൽ കണ്ടെയ്നർ ബിസിനസ്സുകാർ വന്നാൽ വിഴിഞ്ഞം തുറമുഖം ലോകപ്രശസ്തമായ തുറമുഖമായി മാറുമെന്നുള്ള വസ്തുത കാണും. വസ്തുത കണ്ടിട്ട് സതീശൻ പോലും ലജ്ജിച്ചാണ് മുന്താണിത്തുമ്പത്ത് പിടിക്കുന്നത്. മുതലാളിയുടെ മുന്താണിത്തുമ്പത്ത് പിടിക്കാൻ എന്തൊരു ലജ്ജയാണ് സതീശന് പറഞ്ഞൂടെ? അവർ വരണം, അവരുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കണം. അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ലോകപ്രശസ്തമായ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും വരുന്ന അതിനുള്ള ചങ്കുറ്റ സതീശനും ഇല്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ നെഹ്റു അടിച്ചേൽപ്പിച്ച ചില അപ്രായോഗിക സോഷ്യലിസ്റ്റ് വാദങ്ങളാണ്. ഇതിലൊന്നും ഇന്ന് ഒരു പ്രസക്തിയുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ്
പിണറായി വിജയനുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ സുഹൃത്തിന് വളരെ വലിയ അടുപ്പമൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള അടുപ്പം ആയിക്കോട്ടെ. അന്ന് ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞു. അറിയാം. ഒരു കർക്കശ സ്വഭാവക്കാരൻ അല്ല 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 പിന്നെ എങ്ങനെയായിരുന്നു? കർക്കശ സ്വഭാവക്കാരനൊക്കെ ആയത് ഒരു വല്ലാത്ത സംഭവത്തിന് ശേഷം. ഏത് സംഭവം? അജിത് ഡോവൽ അവിടെ കമ്മീഷണറായിരിക്കുന്ന കാലത്ത് കണ്ണൂരല്ല തലശ്ശേരി അദ്ദേഹത്തിനെ അടിച്ചു. പിണറായി വിജയനെ അടിച്ചു. MLA ആയിരിക്കുന്ന അന്ന് MLA ആയിരുന്നു. അന്ന് MLA. അത് ഏൽപ്പിച്ച മുറിവായിരിക്കാം. അതുവരെ അദ്ദേഹം സോഫ്റ്റ് ആയിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? പാതി സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനതല്ല, ഞാൻ എന്നോട് ഇടപെടുന്ന കാലത്ത് ഇന്നത്തെ പോലെ അല്ല ഞങ്ങളൊന്നും. കമ്മ്യൂണിസ്റ്റുകാർ തമാശ പറയും. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ തമാശ പറയൂ? ഇല്ല, ഒരിക്കലും പറയില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ കാണുന്നത് എന്താണ്? ചിരിക്കില്ല, തമാശ പറയും. ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി കാലത്ത് ഞങ്ങൾ തമാശ പറയും, പൊട്ടിച്ചിരിക്കുകയും എല്ലാ തോന്നിയാസവും ഒരുമിച്ച് കാണിക്കുകയും പിന്നെ ഒന്നിച്ച് കൂടുകയും വളരെ ജോളിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കണ്ടിട്ടുള്ളത്. ഇല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ അൾട്രാ സീരിയസ് ആയിട്ടുള്ള ഒരു വേദാന്തി ആയിട്ടല്ല കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു വേദാന്തി പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ഈ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അങ്ങ് കണ്ടതാണ്. താങ്കൾ കണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിരക്കുന്നതായിരുന്നു അതിൽ പലതും. കമ്മ്യൂണിസ്റ്റുകാരനെന്നല്ല, മനുഷ്യർ നിരക്കുന്നതല്ല. മനുഷ്യത്വമോ പൈശാചികത്വമോ ഉള്ളവർക്ക് പോലും നിരക്കുന്നതല്ല. കാണിച്ചത് മുഴുവൻ വിഡ്ഢിത്തരവും അഹങ്കാരവും. അതുകൊണ്ടല്ലേ അയാളെ ഒന്ന് മാറ്റി നിർത്ത്. ഇയാളുടെ ക്ലച്ച് പിടിച്ച് നിങ്ങളെന്താണ് പിണറായി വിജയൻ പിന്നെയും വരുമോ? ഇതൊരു ഇഷ്യൂവേ അല്ലാതാകണം. അതിന് പകരം ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടുമോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ കഴിയുമോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നമുക്ക് യൂണിഫൈ ചെയ്ത് ഇൻ്റർനാഷണൽ ഗാനം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും പുതിയതായുള്ള ഒരു അടിത്തറമേൽ വീണ്ടും പണിയാൻ കഴിയുമോ എന്നതായിരിക്കണം ഈ അടുത്ത കാലത്തെ അത് കഴിഞ്ഞ് നമുക്കിതൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് വിപ്ലവമൊക്കെ ശരിയായി നടക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി വിപ്ലവം കൂട്ടാം. നമുക്ക് ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതെ, വീര്യം കൂട്ടാം. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ വീര്യം കൊണ്ടുപോയാൽ എവിടെ എത്തില്ല. അത് വളരെ ലളിതമായ വസ്തു. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, അതായത് കമ്മ്യൂണിസം ഒരു പരിധി കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന് അത് നിലനിന്നിരുന്ന നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് നമ്മൾ പല നാടുകളും കമ്മ്യൂണിസം നിലനിന്നിരുന്ന പല നാടുകളുടെയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം. തല്ലിക്കൊല്ലും. റുമേനിയയിൽ കായെന്ന് കേട്ട അടിച്ചു കൊല്ലും. അതൊരു നല്ല സുന്ദരമായ രാജ്യമാണ് ഇപ്പോൾ. നല്ലപോലെ അറിയാം. അതുകൊണ്ട് എൻ്റെ മകൻ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ രാജ്യത്തിൻ്റെ അവസ്ഥയെ അവിടുത്തെ എത്ര നല്ല രീതിയിലാണ് അവർ ജീവിക്കുന്നത് അവിടെ. അല്ല, അപ്പോൾ ഈ കേരളത്തിലും കമ്മ്യൂണിസം എക്സ്പയർ ആയി എന്നുള്ള കാര്യം ഈ പിണറായി വിജയനും ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടല്ലേ അവർ ഇപ്പോഴും നേതൃത്വത്തിൽ നിന്ന് ഒഴിയാതെ? അല്ല, ഈ എക്സ്പയർ ചെയ്ത രാജ്യമായ ചൈനയിലും അത് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ചൈനയിലല്ല. ചൈനയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചൈന അതുപോലെ ഇവർക്കൊന്ന് മാറിയാ പോരെ. ചൈന വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവരും ഒന്ന് മാറിയാ പോരെ. അതൊരിക്കലും നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി ഉണ്ടായാൽ നടക്കും. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി മുദ്രാവാക്യമാക്കണം. ഇടതുപക്ഷം അതിൻ്റെ കൂടെ ഇടതുപക്ഷ യൂണിറ്റി, അതിൻ്റെ കൂടെ ഇടതുപക്ഷവും DMKയും പിന്നെ ദ്രാവിഡ പൊളിറ്റിക്കൽ പാർട്ടീസും അങ്ങനെയുള്ളവരെ കൂടി കൊണ്ടുവരാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ പേരെന്താ, മുലായം സിംഗ് യാദവിൻ്റെ മകൻ. മുലായം സിംഗ് യാദവിൻ്റെയോ? മകൻ. പെട്ടെന്ന് മുലായം സിംഗ് യാദവിൻ്റെ മകൻ. ബഹുജൻ സമാജ് പാർട്ടി. ഇങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പാർട്ടികൾ വേറെയുമുണ്ട്. പഞ്ചാബിലൊക്കെ പാർട്ടികൾ വേറെയുമുണ്ട്. ഇവരെയൊക്കെ കൂടി യോജിപ്പിച്ച് കൊണ്ടുവന്ന് വളരെ കർശനമായ കാര്യം പാലിക്കണം. ദേശീയത ഇപ്പോൾ കൈവിടരുത്. നിങ്ങൾ പിന്നെ ഇൻ്റർനാഷണൽ ആയിക്കോ. ഇപ്പം നമ്മൾ ദേശീയത കൈവിടരുത്. ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റൂ. അവിടെ കളി പറ്റില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നിങ്ങൾക്ക് കിട്ടില്ല. ദേശീയത കൈവിടുന്ന ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ നല്ല ശക്തമായിട്ട് തിരിച്ചെടുക്കും.
തിരിച്ചടിക്കുമ്പോൾ അവിടെ ദേശീയമായൊരു കാഴ്ചപ്പാടില്ലാതെ പോയാൽ 10 പൈസയ്ക്ക് വിറ്റ് പോകില്ല സഖാക്കളെ. ഇത് എത്ര തവണ നമ്മൾ കണ്ടതാണ്. 42 കണ്ടു. ദേശീയത കൈവിട്ട് ഇന്ത്യക്കാരെ കിട്ടൂല. അതിൻ്റെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. അതുകൊണ്ട് ദേശീയത പ്ലസ് കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം മുതലേ ഈ ദേശീയത കൈവിടാതിരുന്നെങ്കിൽ ഈ നാശക്കോട്ട വരില്ലായിരുന്നല്ലോ. ദേശീയത അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായി ചിന്തിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഒരു എന്താണ് അതാണ് അവരുടെ ഒരു രീതി. അതല്ല, ഐഡിയോളജിക്കലായി ചെയ്യുന്നത്. ആ കാലഘട്ടം ഐഡിയോളജീസിൻ്റെ കാലം. ഒരു ഐഡിയോളജിയിൽ കെട്ടിപ്പിടിച്ച് ആ ഐഡിയോളജി എന്ന് മാത്രം പറയാൻ പറ്റില്ല സാർ. ഞാൻ ചോദിച്ചോട്ടെ, അതായത് മുമ്പ് പല കാര്യങ്ങൾ വന്നപ്പോഴും ഇപ്പോൾ GST, ഇത് നമ്മുടെ കമ്പ്യൂട്ടർ, സോഷ്യൽ വിദ്യാഭ്യാസം ഇതെല്ലാം വന്നപ്പോൾ എതിർക്കുകയും പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. വിഴിഞ്ഞം പോർട്ട് ആദ്യം വന്നപ്പോൾ അതിനെ എതിർത്തു, പിന്നീട് അംഗീകരിച്ചു. അപ്പോൾ എന്തിനേയും ഏതിനേയും എതിർക്കുന്ന ഒരു ശൈലിയാണ് CPM-കാർക്കുള്ളത്. അത് ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ കാര്യം. ഞാൻ കമ്പ്യൂട്ടർ LIC കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോൾ, ആദ്യം കമ്പ്യൂട്ടറൈസ് ചെയ്ത് LIC, അവിടെ കമ്പ്യൂട്ടർ അടിച്ചിട്ട് പൊട്ടിക്കാൻ പഴയ സംവിധായകൻ KP കുമാരൻ, ഞാൻ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ജാഥ നടത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ എതിർത്ത ആളാണ്. അത് തൊഴിൽ തിന്നുന്ന ഭഗനെന്നാണ് EK നായനാർ പോലും പറഞ്ഞത് അന്നത്തെ കാലം. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഒരു വല്ലാത്ത മാറ്റം വരണം. അതായത് സെൻട്രൽ അപ്രോച്ച് കമ്മ്യൂണിസ്റ്റ് ഐക്യം. അത് CPI-ML മുതൽ CP ജോൺ വരെ വരണം. അപ്പം നേതാക്കന്മാരുടെ പെരടിയായിരിക്കും. ധാരാളം നല്ല നേതാക്കന്മാരുമുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന നേതാക്കന്മാരുമുണ്ട്. പഴയ യഹോവന്മാരെ സീതിവാരനെ പോലെ നല്ലവരുണ്ടാവും. പക്ഷേ സീതിവാരൻ സഖാവേ സംഗതിയൊക്കെ ശരി, ആത്മകഥയൊക്കെ എഴുതി കഴിഞ്ഞിരുന്നാൽ മതി. ഫിലിപ്പം പ്രസാദിന് നടക്കാൻ വയ്യ, ഞാൻ ഇനി വിപ്ലവം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ സീതിവാരൻ സാറിനൊക്കെ വളരെയധികം നിരാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 വർഷം മുൻപ് ഞങ്ങൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തും അദ്ദേഹത്തിന് പലതും തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിണറായി വിജയൻ്റെ ഭരണമാണ്, പലതും തുറന്നു പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. പിന്നീട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഒരു അഭിമുഖത്തിന് വേണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവരൊക്കെ ഈ രോഷം കൊണ്ട് പലതും അറിയാതെ പറഞ്ഞു പോകും. അതല്ല ഞാൻ ചോദിക്കട്ടെ, ദിവാകരന് പോലും കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി എന്നുള്ളത് സ്വപ്നമായിട്ടെങ്കിലും ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ദിവാകരന് ഇഷ്ടപ്പെടും. അതെനിക്കറിയാം. കാരണം ദിവാകരനോട് പഠിച്ച സ്നേഹമുള്ള അങ്ങനൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അയഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതൊക്കെ പഴയ മുദ്രാവാക്യം. യഥാർത്ഥ ഭക്തൻ സത്യസായി ബാബ പറയുക, ആളാ ഏത് യഥാർത്ഥ ഭക്തരാണ്, എല്ലാം കള്ളന്മാരാണ്. ഞാൻ പറയുന്നത് ഭക്തന്മാരുടെ കാര്യം മാറ്റി നിർത്തി യഥാർത്ഥ പലരും പറയുന്നുണ്ട് സഖാവ് സഖാവ് സഖാവ്. ഈ സഖാവിന്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം ഇവർക്കറിയില്ല. ഞാൻ അതിനെ ഉദ്ദേശിച്ചിട്ടാണ്. അതിലൊന്നും തെറ്റില്ല. സഖാവ് സഖാവ് എന്നൊക്കെ പറഞ്ഞ് നടന്നോട്ടെ, അതൊക്കെ അവർക്കൊരു ആവശ്യം. സഖാക്കളെ മുന്നോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമില്ലേ അതിനകത്ത്? മുദ്രാവാക്യം വിളിക്കുന്നതിന് ഞങ്ങൾക്ക് ഭജന പാടുമ്പോൾ കിട്ടുന്ന രസത്തേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പാട്ട് പാടിയില്ലേ? അതെ, എന്താണ് നിന്റെ കീഴിൽ ഞങ്ങൾക്ക് മരുഭൂമി, നിൻ കീഴിൽ മലർവാടിയായി, മരണങ്ങൾ നിൻ കീഴിൽ മധുരങ്ങളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് മരിച്ചാൽ എന്തോ കിട്ടുമെന്നാണ്. ഇത് തന്നെ മോക്ഷം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പരിപാടി. ഇതൊക്കെ ഒരു കാലം. ഞാൻ പറഞ്ഞു വന്നത് മോക്ഷം വേറെ, ഞാൻ മോക്ഷത്തെ കളിയാക്കിയതല്ല. ഇവർ കരിഞ്ഞാതിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഭഗവാനെ, ഇതൊക്കെ എൻ്റെ തൊലിപ്പുറമേ തട്ടാവൂ, എൻ്റെ അകത്തോട്ട് ഇതൊന്നും കയറരുത്, എനിക്ക് വയ്യ, ഞാൻ ചാകാൻ പോവുകയാണ്, അതിനൊക്കെ ആരോഗ്യം എനിക്കുള്ളൂ. അപ്പോൾ എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി ഞാൻ പറഞ്ഞു എന്നല്ലാതെ എൻ്റെ അകത്തോട്ട് ചോരയിലേക്ക് ഇത് കയറരുതേ. കയറിയാൽ നീ അതൊന്ന് കഴുകിത്തരണേ, അതിന് എനിക്ക് നാമം ജപിക്കാൻ തോന്നണേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അവിടെ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി എന്നൊരു മുദ്രാവാക്യത്തിന് പ്രസക്തിയുണ്ട്. അതിൽ നല്ല ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിൽ ഞാനൊരു പേര് പറഞ്ഞു, നമ്മുടെ വിജു കൃഷ്ണൻ. ഗൂഗിൾ തപ്പിക്കോ, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അങ്ങനെ പോളിറ്റ് ബ്യൂറോ നമ്മളില്ല എന്ന് പറഞ്ഞാൽ ഒരു കള്ളന്മാരാണ്. പോളിറ്റ് ബ്യൂറോയിൽ അവരുടെ കൂടെ പോയി ഇരിക്കുകയും ചെയ്യും. വിജു കൃഷ്ണൻ എന്ന് ഗൂഗിളിൽ തപ്പിയ ഗൂഗിൾ കള്ളം പറയില്ല. അയാളുടെ പേര്, വിവരം, എത്ര വയസ്സ് എല്ലാം പറഞ്ഞു. എപ്പോൾ മുതൽ സെൻട്രൽ കമ്മിറ്റി കയറി, അയാളുടെ ജോലി എന്താണ്,
നല്ല സ്വാധീനമുള്ള മനുഷ്യനാണ്. അയാളെ മുഖ്യമന്ത്രിയാക്കി നിർത്തിയിരുന്നെങ്കിൽ ഈ ഗതികേട് വരുമായിരുന്നോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതൊന്ന് മാറ്റിയിട്ട് ഞങ്ങളിതാ പുതിയ നേതൃത്വത്തെ കാണിച്ചു തരുന്നതാ. അല്ല സാർ, ആൾക്കാരെ കബളിപ്പിക്കാനെങ്കിലും, അതായത് അധികാരം വിജയിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രചാരണ നടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് കരുതിക്കോട്ടെ. അതായത് അങ്ങനെ ആൾക്കാരെ കബളിപ്പിച്ച് വോട്ട് നേടാനെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു കെ ശൈലജയോ മറ്റോ നിർത്തിയിരുന്നെങ്കിൽ പോലും ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനേക്കാളും മെച്ചം ഉണ്ടാകുമായിരുന്നു. നല്ലപോലെ സീറ്റ് കിട്ടി. ഇത് നമുക്കേ അഹങ്കാരം മനുഷ്യൻ സഹിക്കില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വെറുത്തു പോയത് എവിടെയാണെന്നറിയോ? സ്കൂളിൻ്റെ മതിലിടിച്ചില്ലേ, ഈ ബസ് കൊണ്ടുപോകും കേരള യാത്ര, സ്കൂളിൻ്റെ കേരള സർക്കിട്ട് സ്കൂളിൻ്റെ മതിലിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളൊക്കെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൊണ്ട് ഓരോ സ്കൂൾ തോറും തെണ്ടിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ മതിൽ ഇങ്ങനെ ഇടിച്ചു കളയും. അഹങ്കാരം വന്നു പോയാൽ ഒരാൾ ആ പ്രസ്ഥാനവും നശിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അത് മുമ്പ് വയനാട് ദുരന്തമുണ്ടായല്ലോ, 2 വർഷം മുമ്പ് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഉടുതുണി വരെ നഷ്ടപ്പെട്ട്, ഉറ്റവരെയും ഉടയവരെയും കിടപ്പാടം വരെ നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് പിണറായി വിജയൻ വരികയാണ്. പക്ഷേ അവരുടെ അടുത്തേക്ക് ചെല്ലാതെ ഗേറ്റിനടുത്ത് നിൽക്കുകയാണ്. അവർ വന്നിട്ട് ഇദ്ദേഹത്തിന് മുഖം കാണിക്കേണ്ടി വന്നു. അവിടെ അന്ന് വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ ഇന്ന് കള്ളാടിയിൽ ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മാറി പ്രതിപക്ഷ നേതാവായി, മുഖം മിനുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ മുണ്ട് മടക്കി കുത്തി അവരുടെ അടുത്ത് ചെന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ പിണറായി വിജയനും ഇന്നത്തെ പിണറായി വിജയനും. പക്ഷേ ഈ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. അവിടെ ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്ത് പോയി. ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്ത് നിന്ന് പാർട്ടിക്കാർ പറയുകയാണ്, ആദ്യത്തെ ബ്ലാസ്റ്റ് ഈ തുരങ്കത്തിൻ്റെ ആദ്യത്തെ ബ്ലാസ്റ്റ് നടത്തിയത് ആരാണ്? പിണറായി വിജയൻ. അതെന്തൊരു തെറ്റാണ്. ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണോ? അത് നോക്കും, ആലോചിച്ച് നോക്ക്. ബ്ലാസ്റ്റ് നടത്തിയത് ആരാണ്? ബ്ലാസ്റ്റിന് തിരിവെച്ചു കൊടുത്തത് പിണറായി വിജയൻ. അത് അങ്ങനെ ഒരു ഉദ്ഘാടനമുണ്ടോ? അവർ ഈ ആരൊക്കെയോ അതിനകത്ത് തനി വിവരം കിട്ടുക. ഞാൻ ഒരാൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രിട്ടാസ് വല്ലതായിരിക്കും, അല്ലാതെ ഇത്രയും വിവരമൊക്കെ ഇത്രയും മോശമല്ല അല്ലേ? ബ്രിട്ടാസ് മാത്രമല്ല സാർ, ഇതിൽ വിവരം ഉള്ള ഒരാളിനെ പോലും എനിക്ക് അറിയില്ല. കാരണം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഇവരുടെ ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്നവരെ നോക്കൂ, അല്ലെങ്കിൽ നേതാക്കളെ നോക്കൂ. ഇപ്പോൾ തന്നെ പി രാജീവ് അടക്കമുള്ള നേതാക്കൾ, ഇവരൊരു നേതാക്കൾ ആരെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ, ഇവിടെ ഞങ്ങൾക്ക് തെറ്റു പറ്റിപ്പോയി, അത് പറയൂല. തെറ്റാകാനിടയുള്ള പ്രത്യയശാസ്ത്രപരമായി നോക്കിയാൽ തെറ്റെന്നും പറയാൻ അങ്ങനെ കിടന്ന് ഉരുട്ടും. അതെ, അത്രയല്ലേ ഉള്ളൂ. കേൾക്കുന്നവന് ഒന്നും മനസ്സിലാവില്ല, അവന്റെ സമ്മതിയിൽ തെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ പോലെയുള്ളവർ ജീവനും ജീവനും നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? നെഗറ്റീവായിട്ടല്ലേ പിന്നെയും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നത്. അതെ, അറിയാതെ. നെഗറ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് പോസിറ്റീവ്, തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് നെഗറ്റീവും, തിരിച്ച് വരാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് പോസിറ്റീവായിട്ടാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ഇത് നടപ്പിലാക്കപ്പെടാനുള്ള ഒരു സാധ്യതയും ഞാനും കാണുന്നില്ല. ഏത് ഞാനീ പറഞ്ഞതുപോലെ ഇവരുടെ ആരുടെയെങ്കിലും തലയ്ക്ക് അതുപോലൊരു വെളിവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുഴിച്ചു മൂടപ്പെടാനാണ് വിധി അവർക്ക് കൊടുക്കുന്ന അതെങ്കിൽ ഞാൻ അതിന് മുമ്പിൽ ഒന്ന് പറയുകയാണ്, മക്കളെ, ഇതുപോലൊരു സാധ്യതയും നമുക്കുണ്ട് എന്ന് പറയേണ്ടത് അനുകമ്പയുടെ ഭാഗമാണ്. അതാണ് ഞാൻ അനുകമ്പ എന്ന് പറഞ്ഞത്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ മക്കളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ അവരോട് എനിക്കൊരു അനുകമ്പ തോന്നണം. എൻ്റെ സഹാക്കളാണ് ഇവരൊക്കെ, എൻ്റെ കൂടെ പഠിച്ചവരും പ്രവർത്തിച്ചവരും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വൈക്കം വിശ്വൻ, ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. എത്ര നല്ല നേതാക്കന്മാരാണ്. പോയില്ലേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തഴഞ്ഞൊന്നുമില്ല. വിശ്വനെ ആരും തഴഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു വിവാദമൊക്കെ 2 വർഷം മുമ്പുണ്ടായി, 2-3 വർഷം മുമ്പുണ്ടായി. അതിനെ കുറിച്ചും കേൾക്കാനില്ല. വൃത്തിയുള്ള ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചോട്ടെ, അതായത് അങ്ങ് വളരെ ചെറുപ്പകാലത്താണ് എല്ലാം മറന്ന് ഈ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി
ഈ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടിയത്? അതിനുവേണ്ടി ജീവനും ജീവിതവും കരിയറും ഒക്കെ അങ്ങ് ത്യജിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോലെയുള്ള നിരവധി പേർ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ത്യാഗത്തിൻ്റെ ആദ്യ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. ഇന്ന് എനിക്ക് രണ്ടും കൽപ്പിച്ച് ഭഗവാന്റെ കൂടെ നടക്കാൻ പറ്റും. കാര്യം ത്യാഗം എന്ന് പറഞ്ഞതിൻ്റെ ബാലപാഠം ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയ, പിന്നെ സാധാരണ മനുഷ്യരോട് ഇടപെടാൻ പഠിച്ചു. അപ്പം എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ എവിടെയെങ്കിലും എന്നെ കൊണ്ടിട്ടാൽ അവിടെ ആൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ 10 എങ്ങനെയെങ്കിലും അവരോടൊക്കെ വർത്താനം പറഞ്ഞും പിടിച്ചുമൊക്കെ സമന്മാരായി സ്നേഹത്തോടെ ഇടപെട്ടും അവർ കൂടെ കൂടും എന്നെനിക്ക് എത്ര സ്ഥലത്ത് പോയിട്ടും അനുഭവമുണ്ട്. ഇതിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത്, ഞാനൊരു ഫ്യൂഡൽ ഫാമിലിയിലാണ് ഒരു പരിധി വരെ ജനിച്ചത്. അതിൻ്റെ ചട്ടക്കൂട് ഭേദിച്ച് പുറത്തു വന്ന് സമഭാവമുള്ള ഒരവസ്ഥയിലേക്ക്, കുറേയൊക്കെ സമഭാവമുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ കഴിഞ്ഞതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ചവിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചോളാം. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അവൾ എന്നെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ് ഞാൻ ഈ വഴി എത്തിയത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആ സ്വാമിയെ കാണാനിടയായത്. ആ സ്വാമിയെ കണ്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറൊരു വഴിയെ തിരിഞ്ഞത്. അങ്ങനെ ജീവിതത്തിൻ്റെ പടവുകൾ നോക്കിയാൽ നമ്മളെല്ലാവരും നമ്മുടെ പഴയ പടവുകളെ നോക്കി പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. ഈ കഴിഞ്ഞതെല്ലാം ചേർന്നതിൻ്റെ ക്യുമുലേറ്റീവ് ഒരുമിച്ചുള്ള ഇഫക്റ്റാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന വർത്തമാനകാലം. എവ്രിതിങ് ഈസ് ദ കോസ് ഓഫ് എവ്രിതിങ്. എവ്രിതിങ് ഈസ് ദ കോസ് ഓഫ് എവ്രിതിങ്. ഇത് നിസർഗദത്ത് മഹാരാജ് എന്നുള്ള ആരും അറിയപ്പെടാത്ത ഈ അടുത്ത കാലത്ത് സമാധിയായ ബോംബെയിലെ മഹാപുരുഷനുണ്ട്, മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വാചകമാണ് എവ്രിതിങ് ഈസ് ദ കോസ് ഓഫ് എവ്രിതിങ്. ഇത് ഇന്നത്തെ സംഭാഷണം എവ്രിതിങ് ഈസ് ദ കോസ് ഓഫ് എവ്രിതിങ്. ഇത് തന്നെ ഈ ചെറിയ പൊരിയില്ലേ, കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി, ആരെങ്കിലുമൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ അത് മതി ഒരു കാട്ടുതീയാകാൻ. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി എന്നുള്ള ഇത് അണികളുടെ ഇടയിൽ കണ്ടേക്കാനിടയുണ്ട്. അപ്പോൾ ഈ തീപ്പൊരി അവരുടെ ഉണങ്ങിക്കിടക്കുന്ന നിരാശ പൂണ്ട കാട്ടിലാണ് വീഴുന്നതെങ്കിൽ എ സിംഗിൾ സ്പാർക്ക് ക്യാൻ സ്റ്റാർട്ട് എ പ്രയറി ഫയർ. ഒരൊറ്റ തീപ്പൊരിക്ക് ഒരു കാട്ടുതീ ആരംഭിക്കാൻ കഴിഞ്ഞേക്കാം. കഴിയില്ല എന്നുള്ള മുൻവിധിയും വേണ്ട, കഴിയണം എന്ന നിർബന്ധ ബുദ്ധിയും വേണ്ട. എങ്കിലും ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാകാതെ അന്നേ, അതായത് ഇപ്പോൾ അങ്ങ് വളരെ വൈകിയാണ് ഈ മാർഗം തിരഞ്ഞെടുത്തത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തിപ്പെടേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആർക്കെനിക്കോ? അങ്ങനെ തോന്നുന്നില്ല, ഒരു കാര്യവുമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാലേ, എനിക്കിപ്പോൾ ഇന്ന് ഞാൻ കൈലാസത്തിൽ പോയ ഒരു മഹാസന്യാസിയുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം വായിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. എനിക്കത് കേൾക്കുമ്പോൾ അടുത്ത ജന്മം ജനിച്ചാലും ഒന്ന് കൈലാസത്തിൽ നടക്കണം എന്നൊക്കെ തോന്നി. അതിലൊന്നും ഒരു കഥയില്ല, വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. സത്യസായി ബാബ എന്നെ പലതവണ ആവർത്തിച്ച് പഠിപ്പിച്ച, ചെവിയിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, ഡോണ്ട് ഹാവ് ഗിൽറ്റി കോൺഷ്യൻസ്, കുറ്റബോധം അരുത്. 9 തവണ ചെവി എന്ന് പറഞ്ഞു. പിന്നൊന്ന്, ഓൺലി ഒമിനി പ്രസൻറ്റ്, നോ പാസ്റ്റ്, ഓൺലി ഒമിനി പ്രസൻറ്റ്. പരമശക്തമായ വർത്തമാനകാലം എന്ന വർത്തമാനകാല നിമിഷമല്ലാതെ വേറൊന്നും യാഥാർത്ഥ്യമല്ല. ഇത് അടിസ്ഥാന വസ്തുതയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഓർമ്മയെന്നാണ്, അല്ലേ? ഇത് വെറും ഓർമ്മകളാണ്. ഇത് അവരുടെ ഓർമ്മകളുമായിട്ട് കൂട്ടിക്കടിക്കുമ്പോൾ ഒരു ശക്തിയായി മാറുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലേ? അവർക്ക് ഒരു ചങ്ങല ഓർമ്മയുടെ കിടപ്പുണ്ട്. അപ്പോൾ ഫിലിപ്പം പ്രസാദിൻ്റെ ചങ്ങല അവിടെ ചെന്ന് ചാടിയാൽ അതൊക്കെ കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു ചങ്ങലയൊക്കെ ആയെന്നിരിക്കാം. ഏതായാലും എൻ്റെ ഇന്നത്തെ ടോക്കിൻ്റെ ഒരേ ഒരു മെസ്സേജ്, കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി ഇന്ത്യ മൊത്തം, ഇടതുപക്ഷ യൂണിറ്റി ഇന്ത്യ മൊത്തം. ഇടതുപക്ഷ യൂണിറ്റിയോടൊപ്പം പിന്നോക്ക ജാതിക്കാരുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെയും അതിവിശാലമായ ജനാധിപത്യ വിശാലമായ ഒരു മുന്നണി സംവിധാനവും
ഉണ്ടാക്കാൻ ഇനിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്നിരിക്കാം. ശരി, എന്തായാലും പോസിറ്റീവ്. ഞാൻ ഒരിക്കലും കമ്മ്യൂണിസം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസം ഒന്നും തിരിച്ചു വരില്ല, കുറച്ചുകൂടി ബെറ്റർ സൊസൈറ്റി ഉണ്ടായി. അതെ അതെ. പക്ഷേ ഇത് കേട്ടെങ്കിലും കുറച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ്, സഖാവാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന, അഭിമാനിക്കുന്നതെന്നല്ല, പറഞ്ഞു നടക്കുന്ന, എന്നാൽ എന്താണ് കമ്മ്യൂണിസം എന്നോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്താണെന്നോ അതിൻ്റെ അന്തസത്ത എന്താണെന്നോ കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങൾ എത്രത്തോളം പിന്നോട്ട് പോയിരുന്നു എന്ന്, ആ കമ്മ്യൂണിസത്തെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആ നാടിനുണ്ടായ വികസനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ ഞാൻ സഖാവാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാൻ അങ്ങയുടെ വാചകങ്ങൾ. അയ്യോ, റഷ്യയൊക്കെ കമ്മ്യൂണിസത്തിൽ കൂടിയല്ലേ ഇവിടെ എത്തിയത്? ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ, റഷ്യയൊക്കെ കമ്മ്യൂണിസത്തിൽ കൂടി കടന്നു പോയില്ലെങ്കിൽ ഈ നിലയിൽ ഇന്ന് എത്തുമോ? ഇല്ല. ചൈന മാവോ സേതുങ്ങിൽ കൂടി കടന്നു പോയില്ലെങ്കിൽ ഇന്ന് മാവോ സേതുങ്ങിനെ ഏതാണ്ട് പാതി തിരസ്കരിച്ച മട്ടാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യം അത് കമ്മ്യൂണിസത്തെ അവർ കളഞ്ഞുള്ളൂ. അതെ, അവരുടെ രാജ്യത്തെ കളഞ്ഞിട്ടില്ല. അല്ല, ഇന്ന് അതായത് കമ്മ്യൂണിസം തകർത്തെറിഞ്ഞ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അവിടുത്തെ സ്ത്രീകളിൽ പലരും മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി അതായത് വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരെ വാർത്തയല്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യം. കണ്ടിട്ടുള്ള എവിടെയാണെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ട് വ്യഭിചാരത്തിന് തുല്യമായ. അതെ, അത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യയിലൊക്കെ വന്ന് ജോലി പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വന്ന് അവരുടെ ഗതികേട് കൊണ്ടാണ്. അത് കമ്മ്യൂണിസം തകർത്തെറിഞ്ഞ ഒരു തെളിവ് മാത്രമാണ്. പിന്നെ ഈ കമ്മ്യൂണിസം എപ്പോഴും തഴച്ചു വളരണമെങ്കിൽ അവിടെ വർഗീയതയും തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും വേണം. അത് ഈ 4 ഘടകങ്ങളും ഒഴിവാക്കാൻ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് CPM-കാർ. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ തൊഴിലിടങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ കേരളത്തിലെ തൊഴിലിടങ്ങൾ പൂട്ടിച്ചിട്ടില്ല. ഇവിടെ സ്വകാര്യ മേഖലകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അടക്കം ഏകദേശം 180-ൽ പരം സ്ഥാപനങ്ങളാണ് CPM-കാർ മാത്രം, CPI 1-2 പൂട്ടിച്ചിട്ടുള്ളത്. അത്രയും സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ആ കാലം തീർന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പ്രതീക്ഷയുള്ളത് VD സതീശനെ കുറിച്ചാണ്. തൊള്ള കാര്യം പറയാമല്ലോ. ഇന്ന് എനിക്കൊരു വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ BJP തോക്കും എന്ന് തോന്നിയാൽ ഞാൻ VD സതീശനെ അപ്പം കുത്തിയിരിക്കും, സംശയമൊന്നും വേണ്ട. ഉള്ള കാര്യം പറയാം. തീർച്ചയായിട്ടും കാര്യം BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP എൻ്റെ മണ്ഡലത്തിൽ ജയിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. അവിടെ ഒരു കാരണവശാലും ഒരു സംശയവുമില്ല, കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ള സഖാക്കന്മാർ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവരുടെ കമ്മ്യൂണിസം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസത്തെക്കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചോ എന്ത് ചോദ്യം ചോദിച്ചാലും അവർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പിണറായി വിജയൻ ചിന്താവ. ഇതാണ് അവരുടെ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എന്തായാലും അതെ, അതുകൊണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോലും തീരാവുന്ന കാര്യമാണ്. അത്ര നൈമിഷികമായതാണ്, വളരെ നൈമിഷികമായി. അതെ, എക്സ്ട്രീംലി നൈമിഷികമായ, അന്തസാരശൂന്യമായ, അടിത്തറയില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് പിണറായി വിജയൻ എന്നുള്ളത് ഒരു കോൺസെപ്റ്റാക്കി കൊണ്ടുവന്നത്. അതൊരു നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമേ അല്ല. തീർച്ചയായിട്ടും അത് വിസ്മൃതിയിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് ഈ ഒരു ദിവസം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു. ഒരുപാട് നന്ദി. ഇനിയും വരാം.